ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലമാണ്. അപ്പോൾ ഈ ഓരോ ഓഗസ്റ്റ് മാസത്തിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ വരാൻ പോകുന്ന ഒരു മാസ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസഫലം എന്ന് പറയുക. അപ്പോൾ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ട് കേൾക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫലം കാണുന്നത് നിങ്ങൾക്ക് രാശിഫലമായിട്ട് ചന്ദ്രാൾ വെച്ച് കാണാം, അതല്ലെങ്കിൽ ലഗ്നഫലമായിട്ട് കാണാം കേട്ടോ. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അക്യുറേറ്റായി നിങ്ങൾക്ക് ഒരു പ്രിഡിക്ഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിക്കില്ല, നമുക്ക് വീഡിയോ കിടക്കാം. അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ കൂടെ അമർത്തുമെങ്കിൽ നമ്മളിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ അന്നേരം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. മേടക്കൂർ അശ്വതി ഫന്നി കാർത്തിക കാടുകുന്ന 2.25 നക്ഷത്രമാണ് മേടക്കൂർ എന്ന് പറയുക. അപ്പൊ ഈ മേടരാശിക്കാർക്ക് അല്ലെ മേട ലഗ്നക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗുരുവും കുജനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് 2. മേടത്തിന് ഗുണകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. ഗുരുമംഗള യോഗം പറയാവുന്ന സമയമൊക്കെയാണ്. മേടത്തിന്റെ അധിപനായ കുജൻ 9ാം ഭാവാധിപനാണ് ഗുരു. ഇവർ രണ്ടും കൂടിയാണ് യോഗം ചെയ്ത് നിൽക്കണം അല്ലേ. അപ്പൊ രാജയോഗമൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ്. ബുധനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. 5-ൽ സൂര്യൻ 4-ൽ നിന്നും 5ാം ഭാവത്തിലേക്ക് ആഗസ്റ്റ് 16-ാം തീയതിയോടെ രാശി മാറുന്നതാണ്. നല്ല പൊസിഷനായിട്ട് തന്നെ കാണാവുന്ന സമയം തന്നെയാണ് കേട്ടോ. ശുക്രൻ 25-ാം തീയതിക്ക് ശേഷം കേതുവിൻ്റെ കൂടെ 6-ാം ഭാവത്തിലേക്ക് പോകും. കുജൻ 26-ാം തീയതി 3-ലേക്ക് രാശി മാറുന്നതായിരിക്കും. ശനി നിൽക്കുന്ന പൊസിഷൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ കരിയർ, ജോബ്, അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശനി ഇപ്പോൾ വക്രഗതിയിലായി സഞ്ചരിക്കുന്ന സമയമാണ്. ഗുരുവും കുജനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയം. ബുധനും ശുക്രനും കൂടി 5-ാം ഭാവത്തിൽ ഇപ്പോൾ ഒരു നല്ല ദശാകാലം കൂടിയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ജാതകത്തിൽ നമുക്കിപ്പോൾ നല്ല ദശാകാലം കൂടിയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഗുണകരമായ ഫലങ്ങൾ നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. അപ്പോൾ ഒന്ന് പരിശോധിക്കുക, നമ്മുടെ ദശാനാഥൻ ആരാണ്, ദശ എങ്ങനെയാണ് പോകുന്നത് ഈ മാസം എന്നും കൂടി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഫലങ്ങളൊക്കെ അനുഭവത്തിലേക്ക് എത്തും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശക്തമായി നടക്കാനുള്ള യോഗമൊക്കെ കാണുന്ന സമയത്താണ്. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് നമുക്ക് കരിയർ റിലേറ്റഡ് ആയാലും നമുക്ക് സ്റ്റഡി റിലേറ്റഡ് ഒക്കെ ആയാലും നമുക്കിപ്പോൾ ജോബ് നോക്കുന്നുണ്ട്, ജോബ് റിലേറ്റഡ് ബിസിനസ് റിലേറ്റഡ് നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ എങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ, നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഇപ്പം നല്ലൊരു നേരം തന്നെയാണ്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റിയ സമയം തന്നെയാണ്. കരിയർ റിലേറ്റഡ് ആയിട്ട് പെൻഡിങ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വക്രശനി സഹായിക്കുന്നൊരു സമയം തന്നെയാണ്. കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമുക്ക് നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. അപ്പം പൊതുവേ കരിയർ റിലേറ്റഡ്, ജോബ് റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്, സാഹചര്യമാണ് കേട്ടോ. അടുത്ത കുടുംബ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ യോഗകാലമാണെന്ന് പറയുന്ന കാലമാണ്. ഗുരുമംഗള യോഗം പറയാവുന്ന സമയമാണ്. കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. അതിന് കൂട്ടായ ശുക്രൻ ഉണ്ട്. 16-ാം തീയതി മുമ്പ് തന്നെ സംസാരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അനുകൂലമായിരിക്കും. 16 ശേഷത്തേക്ക് പോകേണ്ട, 16-ന് മുമ്പ് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ. കൃത്യമായി ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. വിവാഹ യോഗങ്ങളൊക്കെ പറയാവുന്ന സമയം തന്നെയാണ്. കുടുംബ ഐക്യമൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു സാഹചര്യം തന്നെയാണ് കേട്ടോ. അപ്പം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ടും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും കേട്ടോ. അതുപോലെ നമുക്ക് നമ്മുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് കിട്ടും. അതാണ് കുറേ നാളായിട്ട് സന്താനം ഇല്ല എന്നുള്ള ദുഃഖത്തിലൊക്കെ ജീവിക്കുന്ന പങ്കാളികൾ അല്ലെങ്കിൽ ദമ്പതികൾക്ക് ഒരു സന്തോഷമായിട്ട് നമുക്ക് ഈ ഒരു മാസം കാണാൻ സന്താന ഭാഗ്യം, സന്താന ഗുണമൊക്കെ പറയാവുന്ന ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. അപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബുധനും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്.
നമുക്ക് കായികപരമായിട്ടുള്ള അഭിരുചിയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു നേരം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക. നമുക്ക് നമ്മുടെ എക്സാം പ്ലാനിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കൃത്യമായ പ്ലാൻ ചെയ്യാൻ, നല്ല കോൺഫിഡൻസ് ആയി പ്ലാൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് നേടാൻ പറ്റും കേട്ടോ. അതുപോലെ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, കുടുംബത്തിലെ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 25-ാം തീയതി വരെ എന്താണ് വളരെ നല്ല സമയം തന്നെയാണ്. ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയാണ്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ. മനസ്സന്തോഷങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ജീവിതത്തിൽ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളൊക്കെ അത് ഓർമ്മ മനസ്സിലുണ്ടല്ലേ, അതൊക്കെ മറികടന്ന് നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നയിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ 25-ാം തീയതി വരെ പ്രശ്നങ്ങളോ ആരോഗ്യ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുശേഷം ശുക്രൻ 25-ാം തീയതി കേതുവിനോട് കൂടെ നീചത്തിലെത്തുമ്പോഴാണ് കുറച്ച് ആളുകൾക്കെങ്കിലും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുക. അടിവര സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ, ഇൻഫെക്ഷൻസ്, അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒത്തിരി വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗുരുദൃഷ്ടി ഉണ്ടായതുകൊണ്ട് അതൊക്കെ അങ്ങ് പരിഹരിച്ച് പയ്യെ പോകും കേട്ടോ. എന്നിരുന്നാലും ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക, ആഹാര കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പകർച്ചവ്യാധികളൊക്കെ വരാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇത്രയൊക്കെയാണ് മേടരാശിക്കാരുടെ അല്ലെങ്കിൽ മേടലഗ്നക്കാരുടെ ഫലം എന്ന് പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അല്ലേ. നിങ്ങൾക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ഫലം നമ്മുടെ അനുഭവത്തിൽ വരും. ഇപ്പോൾ പലരും നമ്മൾ പറയണ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് ഈ പറയുന്ന ഫലങ്ങൾ, നല്ല ഫലങ്ങളൊന്നും ലഭിക്കാറില്ല, എന്നാൽ മോശ ഫലങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടും, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചു തുടങ്ങും എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ എനിക്ക് മാത്രം എന്താ നല്ല ഫലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തതെന്ന് അല്ലേ. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചിട്ടോ ഓരോരുത്തരുടെ പ്രശ്നം ചിന്തിച്ചിട്ടൊന്നുമല്ല ഈ ഫലം പറയാം. ഇത് പൊതുവേ മേടൻ രാശിക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് ഗോചര ഫലമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഗോചര ഫലത്തിൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുക. നമുക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം എന്ന് മനസ്സിലാവും. എൻ്റെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കത് കൃത്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രവചിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പഠിച്ചൊരു കാൽക്കുലേഷൻ, പിന്നെ നമ്മളെ ഉപാസന ബലമൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രെഡിക്ഷൻ പറയുന്നല്ലേ. അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു പൊതുഫലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഫലത്തിലേക്കൊന്നും ആയിരിക്കും ലഭിക്കുക. കാരണം ആ ഒരു ഗ്രഹനില പ്രകാരം, ആ ഒരു മാസത്തെ ഗ്രഹനില പ്രകാരമാണ് ഈ ഫലം ഇടുന്നത്. അത് മാത്രമല്ല, മറ്റൊരാൾ ചോദിക്കുന്നതാണ്, ഞാൻ ചന്ദ്രാളാണോ നോക്കേണ്ടത് ലഗ്നാലാണോ നോക്കേണ്ടതെന്ന്. ചന്ദ്രാലൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് കാര്യം. ലഗ്നാൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകാൻ പറ്റുന്നത്. സോ ഒരു മാസഫലം ആയാലും എന്ത് ഫലമായാലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കുക. നിങ്ങളിപ്പോൾ മേടരാശി ജനിച്ച ഒരാളാണ്, നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് മീനമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കർക്കിടകമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കർക്കിടക മാസത്തെ നിങ്ങളുടെ ഫലം ഒന്ന് എടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് ഫലം കേൾക്കുക. അപ്പം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് കുറച്ചെങ്കിലും എടുക്കാൻ പറ്റുന്ന അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ചന്ദ്രാൾ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ലഗ്നാൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഗോചര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കാൻ 25 to 30% ഒക്കെയാണ് ബാധിക്കുക. കാരണം കൂടുതൽ നമ്മുടെ ജാതകത്തിലെ പ്രകാരമാണ് നമുക്കൊരു കാലം എങ്ങനെ പോകണം, എങ്ങനെയായിരിക്കും ഒരു മാസം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ, ഒരു സുപ്രധാനമായ കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജാതക പരിശോധന നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്കതിൽ ആ ഒരു ഇറങ്ങുന്ന മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇതിന് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊതുവായിട്ട് വീഡിയോയിൽ അങ്ങനെ അധികം പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവായിട്ട് ഫലം പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ കൂടെ പൊതുവായിട്ടൊരു നമ്മൾ പറയുമ്പോൾ ഓക്കെ ഇപ്പോൾ ചില തടസ്സങ്ങൾ വരുമ്പോൾ ഇവർ ഈ പൊതുഫലങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ചെയ്യാനുള്ള വഴിപാടുകൾ പോയി ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ് വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. എന്നിരുന്നാലും കൃത്യമായ ഒരു ഫലം, നമുക്കൊരു മരുന്ന് മേടിക്കുകയാണെങ്കിലും നമ്മുടെ രോഗം എന്താണ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊരു മരുന്ന് തരുന്നതും പൊതുവായിട്ടൊരു മരുന്ന് നിർദ്ദേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ. അതെല്ലാവർക്കും എന്താവില്ല, സ്യൂട്ടായെന്ന് വരില്ല. സോ ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കിയും അവരുടെ ദൈവാനുഭവം നോക്കി അവരുടെ ഓരോ എനർജിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എന്ത്
വഴിപാടാണ് നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം എന്ത് ചെയ്യാത്ത ഒരു വീഡിയോയിൽ പൊതുവായിട്ട് നമ്മൾ പറയാത്ത, നമ്മൾ കുറച്ചൊക്കെ ആദ്യമേ നല്ല രീതിയിൽ എന്താണ് കമൻസ് വഴിപാടിനെ കുറിച്ച് പറയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വഴിപാടുകൾ ഓരോന്നും പറയാറുണ്ട്. എന്നിരുന്നാണ് ഞാൻ പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫലമാണ്. അപ്പം അത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ചെയ്തോർത്ത് ദോഷമൊന്നുമില്ല എന്താണ്. പക്ഷേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ നോക്കിയാൽ മാത്രമേ അത് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം കമൻറ്റ് ചെയ്യണ മുമ്പായിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, പേരും നക്ഷത്രം കൊണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും തീരുമാനിക്കാൻ നമുക്ക് പറ്റും അല്ലേ. നമുക്ക് തീരുമാന ശക്തിയുള്ളവരാണ് മനുഷ്യരെന്ന് പറയുന്നത് അല്ലേ. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ എടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യവും വ്യക്തമാകുന്നത് നമ്മുടെ ഓരോ സാഹചര്യവും സമയവും അനുസരിച്ച് മാത്രമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഓരോ വ്യക്തി ജനിക്കുന്നതും പല സ്ഥലത്തും പല സാഹചര്യത്തിലും പല രീതിയിലും ജീവിച്ചു വളർന്നു വരുന്നവരാണ്. സോ ഇപ്പം നമ്മൾ പറയണം, ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ്, എന്നിരുന്നാൽ പോലും അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യാണ്ട് വ്യത്യാസം വരാണ്ട്. കാരണം എന്താ, ഇവർ രണ്ടുപേരും ജീവിച്ച് വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമായിരുന്നവരാണ് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. ഇപ്പം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, ഇന്ന് അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം ആദ്യമേ. എന്നിട്ട് അതിനും കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പരിസരം അല്ലെങ്കിൽ നമുക്കൊരു ഇത് കൊടുക്കണം. നമ്മൾ പറയാണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്, എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടാറില്ല എന്ന് ആദ്യം ചിന്തിക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിൽ, നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം തീരുമാനിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ജാതക പരിശോധന നോക്കിയാൽ തന്നെ കൂടുതൽ നോക്കുന്ന എന്താണ്, മക്കളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ. ആരാണോ നോക്കുന്നത് അവരുടെ കാര്യത്തിലേക്ക് അവരെന്ത് ചെയ്യില്ല, ഒത്തിരി ചിന്ത കൊടുക്കാറില്ല. കാരണം അവർക്ക് നല്ലത് വരട്ടെ, അല്ലെങ്കിൽ അവർ നല്ലതാണോ എന്നാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് കൂടി നല്ലത് വരുത്തിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഫാമിലിയിലുള്ളവരെന്താവും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മളൊരു സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, അത് എന്തൊരു കാര്യത്തില്ല, ഇപ്പം ജാതക പരിശോധന ആയാലും നമുക്ക് എന്തൊരു കാര്യങ്ങളും നിങ്ങൾ സാലറി വരുമ്പോഴായാലും ഒരു നിശ്ചയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിയേ. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇപ്പം എന്താണ് ഒരു ജ്യോതിഷത്തിൽ കുറേ എന്താ പറഞ്ഞാൽ, അതും എൻ്റെ ഒരു ഏജ് വെച്ച് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എൻ്റെ ഏജിന് കഴിഞ്ഞ് കൂടുതലുള്ള ആരാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉപദേശമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പം എന്താണ്, എല്ലാ വീഡിയോയും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല. ഓക്കെ, ഈ വീഡിയോ എടുത്തപ്പം എനിക്ക് എന്താണ് ഇതിങ്ങനെ പറയണം എന്ന് തോന്നി. ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഫീലിൽ നമുക്ക് ആ എനർജി ഇല്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ഇത് ഇപ്പം എത്തേണ്ട മെസ്സേജാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആ കമൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല, ആ കമൻറ്റ് വായിക്കുന്ന വ്യൂവേഴ്സിന്, അല്ല അടുത്ത കാണുന്ന വ്യൂവേഴ്സിന് അവരുടെ ലൈഫിൽ അവർക്ക് ആ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത മാസഫലം വരുന്നുണ്ടല്ലോ, ആ ഒരു മാസഫലത്തിൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു മാസം ഈ ഒരു വീഡിയോ വരുന്ന അടുത്ത വീഡിയോ ഒരു മാസത്തെ വരുമല്ലോ. അപ്പോൾ ആ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്തതിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത തവണ എല്ലാവരും അടുത്ത മാസഫലം വരുമ്പോൾ ഈ മാസഫലത്തിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ടു നോക്കുക. എന്ത് ചെയ്യുക, എന്നിട്ട് കമൻറ്റും അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നൊക്കെ. ഇനി അതല്ലെങ്കിൽ സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കമൻറ്റ് ഇട്ട്. ചിലപ്പോൾ എനിക്ക് അന്നേരം ഇത് പറയാൻ ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.